നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുന്നത് അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുന്നത് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളെയും സന്തോഷത്തോടെ നേരിടാനുള്ള ഒരു ദൈവകൃപയ്ക്കായിട്ട് വേണം നമ്മൾ ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കാനായിട്ട്. അതിനുള്ള കരുത്ത് ദൈവം തരും, അതിനുള്ള ശക്തി കർത്താവ് പകരും. ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് പറഞ്ഞപ്പോൾ ഒരു സംഭവം പറഞ്ഞു. അത് ചിലർക്കൊക്കെ വളരെ പ്രയാസമുണ്ടായി. എന്നെ ഒന്ന് രണ്ട് പേര് വിളിച്ചു പറഞ്ഞു, കർത്താവ് കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, ദയയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. അതൊക്കെയല്ലേ പാസ്റ്ററെ പ്രസംഗിക്കേണ്ടതെന്ന് ചോദിച്ചു. കർത്താവ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്നെ എന്തോ വേണമെങ്കിലും പറഞ്ഞോ, ബെയ്യൂസബേലെന്ന് വിളിക്കുവോ, അച്ഛൻ്റെ മോനെന്ന് വിളിക്കുവോ, മറിയുടെ മോനെന്ന് വിളിക്കുവോ, എനിക്കതൊന്നൊരു വിഷയം അല്ല. എന്നെ എന്തോ വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ എൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിന് വിരോധമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ ക്ഷമിക്കത്തില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാണ്. അനനിയാസും സപ്പീറയും മരിച്ചു വീണത് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല. നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചോ? അതാ ചോദ്യം. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ അനനിയാസെന്നും സപ്പീറെന്നും ഒന്നുമില്ല. ഒരല്ലേ പറയണം. ഇന്ന് സഭയ്ക്ക് നടത്താൻ ദൈവം തന്നിരിക്കുന്നത് ആത്മാവിനെയാണ്. നാം എന്തെങ്കിലും പറയുന്നെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതെല്ലാം ആത്മാവിലാണ്. ശീമോൻ കാശുമായിട്ട് ചെന്നു അഭിഷേകം മേടിക്കാൻ. പൗലോസ് ഒറ്റ പറച്ചിന് പറഞ്ഞു, നിന്റെ പണം നിന്നോട്, പത്രോസിൽ വാക്കോ, നിന്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ ആത്മാവിൻ്റെ വ്യാപാരങ്ങളാണ്. മറ്റൊരു ദേശാധിപതി കൃപയിൽ വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. അവൻ്റെ വിശ്വാസം തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരുത്തം പുറകെ നിന്ന് കണ്ണടച്ച് കാണിക്കുക. സ്നാനപ്പെടുകയൊന്നും വേണ്ട, രക്ഷിക്കപ്പെടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കണ്ണടച്ച് കാണിക്കുക. കുറേ നേരം പൗലോസ് സഹിച്ചു. സഹി കേട്ടപ്പോൾ പൗലോസ് തിരിഞ്ഞു. ഒരൊറ്റ ഡയലോഗ്, സകല കപടവും ദൂർത്തു നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, ഇപ്പോൾ കർത്താവിൻ്റെ കരം നിന്റെ മേൽ വീഴട്ടെ എന്ന് പറയും. കർത്താവ് ഒറ്റ അടിയും വെച്ചു. അതിനു മുമ്പേ കർത്താവിൻ്റെ കരം അവിടെ ഉണ്ട്. പക്ഷെ അഭിഷക്തം പറഞ്ഞപ്പോൾ അടി കൊടുത്ത്. എല്ലാവരും എന്നോടുണ്ടോ? അവൻ തപ്പി നടന്നു, കയ്യെ പിടിച്ചാരും വെള്ളി കൊണ്ടുപോകാൻ. അതൊക്കെ കർത്താവ് ചെയ്യും. ഇതെല്ലാം ആത്മാവിൻ്റെ കാര്യങ്ങളാണ്. അപ്പം നമ്മളങ്ങോട്ടെങ്കിലും പോകേണ്ട കാര്യമില്ല. നമ്മളെ നയിക്കുന്നത്, സഭയെ നടത്തുന്നത് ആത്മാവാണ്. നീ ഇന്ന് രാവിലെ പറയണം, ആ ആത്മാവിനാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ഉയരാതിരിക്കാൻ, നീ വളരാതിരിക്കാൻ, നീ നന്മ പ്രാപിക്കാതിരിക്കാൻ, നീ അറിയാതെ നിന്റെ ചുറ്റും കെട്ടി ഉയർത്തിയിരിക്കുന്ന മതിലുകൾ, നിന്റെ ദൃശ്യമണ്ഡലങ്ങൾക്കൊരു പക്ഷെങ്കിൽ അത് കാണാൻ കഴിയത്തില്ല. എന്നാൽ അദൃശ്യ മണ്ഡലങ്ങളിൽ ദുഷ്ടപിശാച് നിന്റെ കുടുംബത്തിനെതിരെ കെട്ടി ഉയർത്തുന്ന ചില മതിലുകളെ ഇന്ന് പകൽ പൊളിക്കണം. എത്ര പേര് തയ്യാറുണ്ട്? നീ അതിനെ ഓവർകം ചെയ്ത്, ഹല്ലേലൂയ, മതിലിന്റെ മീതെ പടരുന്നൊരു മുന്തിരി പോലെ വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച്, ഓ റബശാന്തരാജരാജ രൗഢാരമനകൾ കനദുരജാനക ശബ്ദ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം നമുക്ക് ഏറെ സുപരിചിതമായ അധ്യായമാണ്. അതിൻ്റെ 28 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. മതി. വളരെ സുപരിചിതമായ പുതിയ നിയമ പുസ്തകങ്ങളിലെ തന്നെ
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 16-ാമത്തെ അധ്യായം. അർദ്ധരാത്രിയിലെ ചില സ്വാതന്ത്ര്യങ്ങൾ ഒന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞില്ല. അർദ്ധരാത്രിയിലെ ചില സ്വാതന്ത്ര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലോ അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിലാണ്. വേദപുസ്തകം പഠിച്ചാൽ ഓരോ വലിയ വിടുതലുകളുടെയും പുറകിൽ ഒരു അർദ്ധരാത്രിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആബീബ് മാസം 10-ാം തീയതി സന്ധ്യയ്ക്ക് ഒരാട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടി. 14-ാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറുത്തു. അതിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി വാതിലടച്ചു. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ വീടിനകത്ത് വെച്ച് ചുട്ടു. ആ വീട്ടിലെ വലിയ പ്രായമുള്ള അപ്പച്ചൻ മുതൽ കൊച്ചു കുഞ്ഞു വരെ അവരവർക്ക് കഴിക്കാവുന്നിടത്തോളം വീടൊന്നിന് ഒരാട് വെച്ച് അവർ ചേർന്ന് കയ്പുചീരയോടെ ഭക്ഷിച്ചു. പുറത്ത് രക്തം, അകത്ത് കുഞ്ഞാടിന്റെ പറഞ്ഞില്ലെല്ലാരും മാംസം. അവരെല്ലാവരും അകത്ത് സന്തോഷിക്കുമ്പോൾ നേരം അർദ്ധരാത്രി. കൂട്ട നിലവിളി പുറത്തുയരുകയാണ്. കൂട്ട നിലവിളി. സംഹാരകൻ ഇറങ്ങി. രക്തത്തളി ആചരിക്കാത്ത മുഴുവൻ വീടുകളിലും ഫറവോന്റെ കൊട്ടാരം മുതൽ കുടിൽ വരെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം ആദിജാതന്മാര് കൊല്ലപ്പെട്ടു. അപ്പോൾ പീഡ അനുഭവിച്ച ജനം കൂടാരങ്ങൾക്കകത്ത് ആരാധിച്ചു. കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ച് രക്തത്തളിയുടെ മറവിനകത്തിരുന്ന്. ഇവിടെ ആരാധന വെളിപ്പെട്ടപ്പോൾ പുറത്ത് നിലവിളി വെളിപ്പെട്ടു. 400 സംവത്സരങ്ങൾ തന്റെ ജനത്തെ പീഡിപ്പിച്ചവന്റെ എല്ലാം കൂടാരത്തിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി. ഈ പകൽ നമ്മൾ ഇവിടെ വന്ന് PC ചെറിയാന്റെ ഒരു പ്രസംഗവും ലോർഡ്സൺ ആന്റണിയുടെ ഒരു പാട്ടും ലാസ്റ്റ് നമ്മുടെ നിശാന്ത് പാസ പ്രാർത്ഥനയും കഴിഞ്ഞ് പോകാൻ വന്നതല്ല. ഇവിടെ അകത്ത് ആരാധന വെളിപ്പെടുമ്പോൾ പുറത്ത് ചില നിലവിളികൾ, പുറത്ത് ചില ന്യായവിധികൾ, അകത്ത് നമ്മൾ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കുമ്പോൾ ആ രക്തത്തളി ആചരിച്ചവർ വിശ്വസിക്കുന്നവരെ മാത്രം ഈ പകൽ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. എനിക്കും നിനക്കും വിരോധമായി ഉയരുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തിനെതിരെ വ്യാപരിക്കുന്ന പോരുകളെ Hallelujah. Praise the Lord. Praise the Lord. മാറ്റിക്കെട്ടിയ കുഞ്ഞാട്. വീടൊന്നിന് ഊനമില്ലാത്ത ഒരാട്ടുംകുട്ടിയെ കൂട്ടിന്ന് മാറ്റി. കൂട്ടിന്ന് ഒരാട് മാറിയാൽ അതിനോട് പാട്ട് പാടുന്ന ആള് ഒന്ന് അലച്ചാട്ടെ, ശബ്ദം ഉയർത്തി അലച്ചാട്ടെ, കൈ വീശി അലച്ചാട്ടൊന്നും പറയണ്ട. മാറ്റിക്കെട്ടിയാൽ അലച്ചോളും. അത് മാറ്റിക്കെട്ടിയതിന്റെ ഗുണമാണ്. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ആ വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്ന്, ആ പഴയ കൂട്ടിൽ നിന്ന് തമ്പുരാന് വേണ്ടി മാറ്റിക്കെട്ടിയാൽ മാറ്റിക്കെട്ടുന്ന അലച്ചോണ്ടിരിക്കും. ഇന്ന് രാവിലെ നീ സ്തോത്രം ഞാൻ പറഞ്ഞിട്ടല്ല പറയേണ്ടത്. നിന്നെ കർത്താവിനായി നീ മാറ്റിക്കെട്ടിയാൽ
ഓ, വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഈ മാറ്റിക്കെട്ടിയ നിശാന്ത് പാസ്റ്റർ വീട്ടിലെ ആടലയ്ക്കുക. തൊട്ടടുത്ത വീട് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിലും ഒരു ആടിനെ മാറ്റിക്കെട്ടിയേക്കുക. ഉടനെ അത് അലയ്ക്കുക. ഉടനെ നമ്മുടെ അനീസ് തോമസ് പാസ്റ്റർ വീട് അതിനപ്പുറത്തെ വീടാ, അവിടെയും ഒരാടിനെ മാറ്റിക്കെട്ടിക്കുക. കൂട്ടിലിഷ്ടം പോലെ ആടുണ്ട്, അത് അലയ്ക്കത്തുമില്ല, ഒന്നുമില്ല. സ്തോത്രം. അതിൻ്റെ പരിപാടി വന്നോണം, നിന്നോണം, കണ്ടോണം, പൊക്കോണം, അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. തൂക്കലയിൽ വല്ലതും കെട്ടിക്കൊടുത്താൽ അത് തിന്ന്, ആ തീറ്റിയില്ലെങ്കിൽ ആ കെട്ടിയേക്കുന്ന കൂടുതലെല്ലാം കടിച്ചു പറിച്ച് അവിടെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ മാറ്റിക്കെട്ടിയതിനെ അലയ്ക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒന്നാമത്തെ കാരണം, പാരമ്പര്യമുള്ള കൂട്ടിൽ നിന്ന് എന്നെ മാറ്റിയല്ലോ. രണ്ടാമത്തെ കാരണം, ഞാൻ ഒറ്റപ്പെട്ടല്ലോ. ഇനി അലക്കിയല്ലാതെ വേറെ മാർഗമില്ല. ഇന്ന് പകൽ നീ ഒറ്റപ്പെട്ട വ്യക്തിയെങ്കിൽ, കർത്താവിന് വേണ്ടി വേർപെട്ട വ്യക്തിയെങ്കിൽ, നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. നിന്റെ സ്ഥിതി ദൈവം മാറ്റും. ഹല്ലേലൂയ. എന്റെ നിശാന്ത് പാസ്റ്റർ, ഇവർക്ക് സാലറി ഇല്ല. ഈ മാടിനെ മാറ്റിക്കെട്ടി നിശാന്ത് പാസ്റ്റർക്ക് 400 വർഷമായിട്ട് എന്തില്ല? സാലറി ഇല്ല, ഇമിഗ്രന്റ് ഇല്ല, വിസ ഇല്ല, ATM കാർഡില്ല, ഇൻഷുറൻസ് ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, പ്രൊവിഡന്റ് ഫണ്ട് ഇല്ല, പ്രസവാവധി ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇറച്ചിക്കലം കണ്ട് മണം പിടിച്ചോണം, ചിറ്റുള്ളിയും ചീരയും പടവലങ്ങായും കഴിച്ചോണം. മണം പിടിച്ചോണം, ഇത് കഴിച്ചോണം. പ്രൈസ് ദി ലോർഡ്. കൂലി ചോദിച്ച ചാട്ടവാറിനടി. ഇന്നലെ കൊണ്ട അടി കൊണ്ട് ആ പാടെ തന്നെ ഇന്ന് അടിക്കുന്നത്. അങ്ങനെ പുറം മൊത്തം വൃണമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഉടുതുണിക്ക് മറുതുണിയില്ല. 4 രാത്രി ആടലച്ചു. അലച്ചയാട് ആരും വന്ന് നിർത്തണം, നിർത്തിയല്ല, യാഗമായി. യാഗമാകുന്നത് വരെ അലച്ചോണം. നീ ഉയർത്തിയ ആരാധന നാട്ടുകാർ വന്ന് അടിച്ചമർത്തിയാ നിൽക്കുന്നതല്ല, നീ അലച്ചലച്ച് യാഗമാകണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നീ അലച്ചലച്ച് യാഗമാകണം. ഓ ഹല്ലേലൂയ. മാറ്റിക്കെട്ടിയ ഒരെണ്ണം അലയ്ക്കാൻ തയ്യാറായാൽ ആ രാത്രി തമ്പുരാൻ പറഞ്ഞിറങ്ങി ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞു, സാറേ എനിക്കൊരു, ഞങ്ങൾ പോവല്ലേ, ഒരു കരുത്തേൽ കെട്ടുതാലി പോലും ഇല്ല. അതാണല്ലോ നാട്ടുകാരുടെ പ്രശ്നം. ഹലോ, ഒരാളല്ലേ പറഞ്ഞു, കണ്ട പൊട്ടക്കൊല്ലത്തിയെ പോലൊക്കെ ഇരിക്കുന്നത്, ഞങ്ങൾക്കൊന്നുമില്ല, അതുകൊണ്ട് ഒരിച്ചിരി സ്വർണം കിട്ടുവാണെങ്കിൽ. ഉടനെ പറഞ്ഞു, കുഞ്ഞെ മൂത്ത ചെറുക്കൻ ചത്ത് കിടക്കുക, എൻ്റെ മൂത്ത മകളുടെ കൊച്ചി ചത്ത് കിടക്കുക, എൻ്റെ മോൻ്റെ മൂത്ത കൊച്ചി ചത്ത് കിടക്കുക. ഒരു വീട്ടിൽ ഒരാളല്ല മരിച്ചേ, എല്ലാം കടിഞ്ഞൂരി ചത്ത് കിടക്കുക. അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു സ്വർണ്ണം എടുക്കാൻ സമയമില്ല, അതുകൊണ്ട് സ്വർണ്ണത്തിൻ്റെ പെട്ടി അവിടെ എടുത്തുകൊണ്ട് പൊക്കോളാം. സ്വർണത്തിൻ്റെ പെട്ടി അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. വെള്ളി ചോദിച്ചാൽ പറഞ്ഞു, വെള്ളിയുടെ പെട്ടി കൊണ്ടുപോക്കൂ. ഇപ്പൊ തുറക്കാനും ഒരു മാല മാത്രം ഞുള്ളി പറിക്കുന്ന സമയമില്ല. കാരണം ശവം അടക്കാൻ പോകുന്നോ, കരയാൻ പോകുന്നോ, ഇതെടുക്കാൻ പോകുന്നു. 400 വർഷം തടഞ്ഞതെല്ലാം കൂടെ ദുഷ്ടപിശാച് നിന്റെ കുടുംബത്തിൽ വരുന്ന നന്മകളെ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, തടഞ്ഞതെല്ലാം ഹല്ലേലൂയ. 4 ദിവസം
നിർത്താതെ അലച്ചപ്പോൾ 400 വർഷം കെട്ടി അലിച്ചു. സന്തോഷമുണ്ടല്ലേ? ആരാധിക്കാവൂ. പറവോന്യ ശക്തികൾ 400 വർഷം കെട്ടിയ മുഴുവൻ നന്മകൾ 4 ദിവസം നിർത്താതെ അലച്ചപ്പോൾ കൂടാരത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നിന്റെ മുൻപിൽ കൊട്ടിയടച്ച ചില ദൈവിക നന്മകൾ, വാഗ്ദത്തങ്ങൾ ഈ രാത്രി അണ പൊട്ടി ഒഴുകുന്നത് പോലെ ഓ രാമന ശബ്ദ രഗദ റൗഡേ റിബലേ ഹർതുര ബബ ബബ ബബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുതിയേക്കുന്നത് അവര് ബഹുസമ്പന്നരായി ആ രാത്രി പുറപ്പെട്ടു. ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തില്ല. സ്വതന്ത്രം പറഞ്ഞേ, നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തില്ല, കാരണം അക്കൗണ്ട് ഇല്ലല്ലോ. അക്കൗണ്ട് ഇല്ലാത്തവൻ ഒറ്റ രാത്രി ആരായി? സമ്പന്നരല്ലെന്നേ, ബഹുസമ്പന്നര്, മൾട്ടി മില്ലിയനേഴ്സ്. നിങ്ങൾ മിണ്ടുന്നില്ല. ആകാൻ വേണ്ടി ആകെ ചെയ്തത് മാറ്റി കിട്ടതോ അലച്ചു. നിന്നെ ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും സമുദായത്തിൽ നിന്നും മാറ്റി ഇവിടെ കെട്ടിയേക്കുന്നത്. കരമടിച്ച് ആരാധിക്കണം, കരമടിച്ച് ആരാധിക്കണം. വിശ്വസിക്കുന്നവൻ ആരാധിക്കണം. ഈ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുകയാ, നിന്നെ മാറ്റി കെട്ടിയത്. ഓ ജയം. ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. നീയും നിന്റെ കുടുംബവും തലമുറയും അനുഭവിക്കേണ്ട പല നന്മകൾ അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും വിയർപ്പൊഴുക്കിയിട്ടും ഉറക്കിളച്ചിട്ടും കയ്യിൽ വരാതെ തടഞ്ഞു വെച്ച ചില മേഖലകൾ ഇന്ന് പകൽ സ്വർഗം അഴിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ചില ബ്ലോക്കുകൾ കുടുംബങ്ങൾക്കെതിരെ, തലമുറക്കെതിരെ ദുഷ്ടപിശാചു കെട്ടിയ ചില ബന്ധനങ്ങളെ ഇന്ന് ദൈവം അഴിക്കുകയാ. ഓ റബ ലബ രമ നദ രദ രജകൾ കമന വശസ്യ. ഓ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ചോദിച്ച്, കർത്താവ് ഇവന്മാരെ മരുഭൂമിയിൽ പോകുമ്പോൾ ഇവർക്ക് 5 പൈസയുടെ ആവശ്യമില്ല. തട്ടുകടയിൽ ദോശ അടിക്കണ്ട, ഡബിൾ ഓംപ്ലേറ്റ് മേടിക്കണ്ട, കെൻഡക്കി മേടിക്കണ്ട. കാരണം രാവിലെ മന്ന പൊടിച്ചു കൊടുക്കും, പറക്കി ഇടിച്ച് പൊടിച്ച് പൊടിഞ്ഞ് തിന്നാൽ മതി. വൈകിട്ട് കാടെ പറപ്പിച്ച് കൊടുക്കും. പാറയിൽ നിന്ന് വെള്ളം വരും. മിനറൽ വാട്ടർ മേടിക്കണ്ട. ഹലോ, ചെരുപ്പ് മേടിക്കണ്ട, ഉടുപ്പ് മേടിക്കണ്ട. പിന്നെ ഈ പൈസ എന്തിനാ കൊടുത്തേ? എനിക്ക് മരുഭൂമിയിൽ എൻ്റെ ജനത്തിന് നടുക്ക് ഒരു സമാഗമന കൂടാരപ്പണി. അതിന് പണം വേണം. നിന്റെ ഈ നന്മ തന്നത് ദൈവത്തിന് ചേർന്ന് വസിക്കാൻ. ഓ, വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ആത്മാവിടപെടുകയാ. മരുഭൂമിയിൽ നിന്നെ പുലർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഓ റബ ശാന്തര റൗഷസ്യ. കതിരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. കതിരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. തനി തങ്കത്തിൽ അടുപ്പ് പണിയായി പണിത ഒരു കൃപാസനം മീതെ, ആ കൃപാസനത്തെ തന്നെ ചേർത്ത് നിർത്തിയേക്കുന്ന തങ്കത്തിൽ അടുപ്പ് പണിയായി പണിത 2 കെരൂബ് ചിറക് മറച്ച്. ഇതെല്ലാം പണിയാനാ രാത്രി പൈസ കൊടുത്തത്. ഹലോ, മന്ന ഇട്ട് വെച്ച പൊൻപാത്രം അതുണ്ടാക്കണേ എന്തോ വേണം? സ്തോത്രം. ഈ മന്നയ്ക്ക് ഒരു സമയമുണ്ട്, ടൈം സോൺ ഉണ്ട്. ഞാൻ ഈ സൗഖ്യത്തിന് കാലപരിധി ഉണ്ടെന്ന് പറഞ്ഞ പോലെ
എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ മന്നയ്ക്ക് കാലപരിധി. എപ്പം വരെയാണെന്നറിയാമോ? രാവിലെ 5-ന് പറയിക്കണം, വൈകിട്ട് 5-ന് മുമ്പേ തിന്നോണം. ഇല്ലെങ്കിൽ വീടിനകത്തുണ്ടെന്ന് നാട്ടുകാരറിയും. അതെങ്ങനെ? വീട്ടിൽ നിന്ന് വളിച്ച നാറ്റം വരും. ഏതെങ്കിലും വീട്ടിൽ നിന്ന് നാറ്റം പുറത്തോട്ട് വരുന്നെങ്കിൽ അകത്ത് മന്ന ഇരിപ്പുണ്ടെന്ന് അർത്ഥം. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസലോ. രാവിലെ പൊഴിച്ചു തന്നത് സൂക്ഷിച്ചു വെക്കാനല്ല, ഇടിച്ചു പുഴുങ്ങി തിന്നാനാ. അത് തിന്നുമ്പോൾ നീ നല്ല തേൻ കൂട്ടിയ ദോശ പോലെ കഴിക്കണം. ഒരല്ലേ പറഞ്ഞേ. ഇനി ഇത് കേടാകാതെ വെക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ. എല്ലാ മന്നയും വൈകിട്ട് 5-ന് മുമ്പേ ക്രമിച്ചു പോയി. ക്രമിക്കാത്ത മന്ന 40 വർഷം ഇരുന്നു. 24 മണിക്കൂർ തികയ്ക്കാൻ കഴിയാത്ത സാധനം 40 മണിക്കൂർ 40 വർഷം കേടാകാതിരുന്നു. അതെങ്ങനെയാണെന്നറിയാമോ? ഇരുന്നത് തേജസ് ഇറങ്ങുന്ന പെട്ടകത്തിനകത്ത്. ഇരുന്നത് 5-ഉം 5-ഉം 10 കൽപ്പന എഴുതിയ പ്രമാണത്തിന്റെ ഇടയ്ക്ക്. ഇരുന്നത് ശുശ്രൂഷയെ ചോദ്യം ചെയ്തവന് മുമ്പിൽ തളർത്ത വടിയുടെ കീഴെ. ഇരുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം തളിക്കുന്ന പെട്ടകത്തിനകത്ത്. ഇന്ന് പകൽ നീ തകരാതിരിക്കണമെങ്കിൽ മീതെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. ഇന്ന് പകൽ ചില കുടുംബങ്ങളുടെ ഉള്ളറകളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുകയോ. നേരം പുലരുമ്പോൾ അവർ ചെങ്കടനക്കരെ, എതിർത്തവന്റെ നന്മ പോക്കറ്റിൽ, എതിർത്തവൻ ചെങ്കടനടിയിൽ. ഇതിനെല്ലാം 4 ദിവസം കുഞ്ഞാടലച്ചാൽ മതി. നമ്മൾ വെടിവെക്കാനും യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട. ഇതിനെല്ലാം എന്ത് ചെയ്താൽ മതി? മാറ്റി കെട്ടിയവൻ അലക്കണം. തയ്യാറാണോ? അർദ്ധരാത്രിയിൽ അമ്മയുടെ വാക്ക് കേട്ട് കാലാ പറക്കാൻ വന്ന കൊച്ച് വീണ്ടെടുപ്പുകാരന്റെ കാക്കൽ കിടന്നു. അർദ്ധരാത്രി കാക്കൽ കിടന്നവരുടെ മണ്ടയ്ക്കോട്ട് പുതപ്പ് വീണു. ഞാൻ ദൈവത്തെ, അർദ്ധരാത്രി വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി എത്ര പേരും, ഇന്ന് പകൽ എത്ര പേരും വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നീ ജീവിതത്തിന്റെ ചില രാത്രികൾ, ഹല്ലേലൂയ, സൂര്യൻ ഉദിക്കത്തില്ലയോ എന്ന് ചിന്തിക്കുന്ന ചില രാത്രികളിൽ ചില വീണ്ടെടുപ്പിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴുന്ന രാത്രിയാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് വളരെ ദുഃഖിതനാണ്. കാരണം കൂടെ കൊണ്ടുപോകേണ്ട തീത്തോസിനെ കിട്ടിയില്ല. നിങ്ങളൊന്ന് വായിച്ചോ, സമയം ഓടിപ്പോകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യം. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. ഒരു ദൂതാണ്. വാതിൽ തുറന്നു കിട്ടുമ്പോൾ നീ ഒരു തീത്തോസിനെ കൂടെ ചേർത്ത് നിർത്തിക്കോണം. കാരണം ഒരുവൻ 1000-യും ഇരുവർ 10,000-യും തകർക്കുമെന്ന്. അപ്പൊ എനിക്ക് സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിലെത്തിയാറേ ഒരു വാതിൽ തുറന്നു കിട്ടി. എന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ചേർന്ന് നിൽക്കാൻ എന്റെ സഹോദരനായ തീത്തോസിനെ അന്വേഷിച്ചു. എന്നിട്ട് വായിച്ചേ, കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ. അഭിഷക്തന്റെ ഹൃദയം നോക്കിയേ. കൂട്ടിന് നിൽക്കുന്ന ഒരു മനസ്സുള്ള ഭക്തനെ കിട്ടാഞ്ഞിട്ട് തനിക്ക് സ്വസ്ഥത ലഭിച്ചില്ല. അടുത്ത വാക്യം. ഞാൻ അവരോട് യാത്ര പറഞ്ഞ്
മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. തീത്തോസിനെ കിട്ടാഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയില്ല, സീലാസിനെ കൂട്ടി. ഒരല്ലിയെ പറയണം. വഴി തുറന്നിട്ട് പോകുകയാണ്. ത്രോവാസിൽ നേരെ മാസിഡോണിയക്ക് പോകുകയാണ്. മാസിഡോണിയിൽ ചെന്നു. ദൂത് വലിയതും വിശാലവുമായ വാതിൽ തുറന്നിരിക്കും. അവിടെ ചെന്ന് അവിടെ കാണും ഒരു സിന്നഗോഗ് ഉണ്ടോ, ഇതുപോലെ സ്കൂളിലെ ആരാധനയുണ്ടോ എന്നറിയാൻ പുള്ളി നടന്നിട്ട് അവിടെ നിന്ന് സിന്നഗോഗ് ഒന്നും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുഴക്കരയിൽ നിന്നുകൊണ്ട് കുറേ സഹോദരിമാര് തുണി അലക്കുകയോ ഒക്കെ ചെയ്യുന്നു. പുള്ളി അവിടെ നിന്നുകൊണ്ട് ഒറ്റ പ്രസംഗം. അതാ പരസ്യയോഗം. നമുക്ക് ഫ്ലെക്സേ പടം വന്നില്ലേ യോഗം വരത്തില്ലല്ലോ. സുപ്രസിദ്ധ സുവിശേഷകൻ PC ചെറിയാൻ പ്രസംഗം എന്ന് പറഞ്ഞ് വലിയ പടമൊക്കെ വന്നില്ലേ നമുക്കൊരു സന്തോഷം വരത്തില്ല. പൗലോസ് കണ്ട 4 പേര് ഒറ്റ പ്രസംഗം. അതിനകത്ത് ഒരു രക്താംബരം വിൽക്കുന്ന ജൂബിലറിയുടെ ഉടമ, പ്രൈസ് ദി ലോർഡ്, അത് ആലിക്കാസാണോ കല്യാണാണോ നമുക്കറിയത്തില്ല, എന്തുവായാലും ഒരു അമ്മമ്മ രക്താംബരം വയ്ക്കുന്ന അവിടെ ഹൃദയം തുറന്നു. പൗലോസിന് വാതിൽ തുറന്നു, അമ്മാമ്മയുടെ ഹൃദയം തുറന്നു. സ്തോത്രം. അമ്മാമ്മ രക്ഷിക്കപ്പെട്ടു. പൗലോസിന് എടുക്കുമെന്ന് പറഞ്ഞു, നീ എന്നെ വിശ്വസ്തത എണ്ണുന്നതിൽ എൻ്റെ വീട് തുറക്കാൻ പോവാ. ഒരല്ലേ പറഞ്ഞേ, സിന്നഗോഗില്ല പ്രസംഗിക്കാൻ, പക്ഷെ വീട് തുറന്നു. ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാണ്. നിന്റെ ഹൃദയവും തുറക്കപ്പെടണം, നിന്റെ വീടും തുറക്കപ്പെടണം. ഹല്ലേലൂയ. കണ്ടത് ഒരു പുരുഷൻ മാസിഡോണിയയിൽ നിന്നോട് കൈയാട്ടി വിളിക്കുന്നതാ, പക്ഷെ ചെന്നത് ഒരു സഹോദരി എടുക്കല. ദർശനവുമായിട്ട് പുലബന്ധം പോലും ഇതിന് ഇല്ല. സ്തോത്രം. താനിങ്ങനെ പ്രസംഗിച്ചു പോകുമ്പോൾ മറ്റൊരു സഹോദരി നല്ലൊരു ദൂത് പറയുകയാണ്. ഇതാ സാക്ഷാൽ ദൈവത്തിന്റെ ദാസൻ, സ്തോത്രം, രക്ഷാവാചകം നിങ്ങളെ അറിയിക്കുന്നവൻ. കറക്റ്റ് വെളിപ്പാടല്ലേ? ഇതൊരു വട്ടമല്ല, പലവട്ടം പുറകെ പറഞ്ഞു. ഈ ചാടിക്കേറി ഒന്നിനെയും സാഹസിക്കല്ലെന്നാണ് അഭിപ്രായം പൗലോസിന്റെ ശുശ്രൂഷ. എന്റെയും ചിന്ത. പലവട്ടം ദേശാവിടെ വിശ്വാസം അടഞ്ഞപ്പോൾ അവനെ സാഹസിച്ചു. ഈ കൊച്ചും പലവട്ടം പുറകെ നടന്നിങ്ങനെ ദൂത് പറഞ്ഞു. സഹി കെട്ടപ്പോൾ തിരിഞ്ഞ ഒരൊറ്റ സാസന. ഏത് ഭൂതവും പോകാൻ ഒറ്റ സാസനം മതി. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഏത് കൊടിയ പിശാചും, വെളിച്ചപ്പാടത്തിയാകട്ടെ, ആഭിചാരക്കാരിയാകട്ടെ, ഏത് കൊടിയ പിശാചും പോകാൻ അഭിഷേകമുള്ളവൻ ആത്മനിയോഗം വരുമ്പം ചുമ്മാതെ കയറിയല്ല അതിനെ ആട്ടും തുപ്പൊന്നും ചെയ്തേക്കല്ല. ആത്മാവ് നിയോഗം തന്ന നീ തിരിഞ്ഞ് ആത്മാവിൽ ഒറ്റ സാസനം സാധിച്ചാൽ ഏത് കൊടിയ പിശാചും അന്നേരം വിട്ടുപോകും. ഒരു സ്വോത്രം പറയണം. ആ അഭിഷേകം നിങ്ങൾക്ക് തന്നേക്കുന്നേ. എത്ര പേര് വിശ്വസിച്ചുണ്ട്? കൈയടിക്കാൻ മാത്രമല്ല, അന്യഭാഷ പറയാൻ മാത്രമല്ല, ചില കൊടിയ പൈശാചിക മേഖലകളെ വെട്ടാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഫിലിപ്പിയിലെ മാസിഡോണിയയിലെ ഫിലിപ്പിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. അവിടെ ഈ അമ്മാമ മാത്രമല്ല, ഈ സ്ത്രീ മാത്രമല്ല, വേറൊരു പുള്ളി ഉയർന്നു നിപ്പുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണ സാധനം പറഞ്ഞ നാട്ടുകാരിരിക്കുന്നേ. അവിടെ പേര് അർത്തമീസ് എന്നാ. വെളിച്ചപ്പാടത്തിയല്ല വിഷയം. അവളെ ഒരു ആട്ടിനുള്ള കേസേ ഉള്ളൂ. മിണ്ടുന്നില്ല. പക്ഷെ അർത്തമീസിനെ ആട്ടിയാ പോത്തില്ല. 3 വർഷം മുഴങ്കാലിരുന്നു. 3 വർഷം മുഴങ്കാലിരുന്നു. അർത്തമീസിന്റെ താഴ്വേര് വെട്ടി അവളെ വേരോടെ മറിച്ചു. അവിടെ വിഗ്രഹം ഉണ്ടാക്കുന്നവന്റെ പണി പോയി, തട്ടാമാരുടെ പണി പോയി. നിങ്ങൾ മിണ്ടുന്നില്ല. ഈ സഭ മൂലം ഇവിടെ ചില തട്ടാമാരുടെ പണി പോണം. ചില വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്ന, ഓ ഹല്ലേലൂയ, ചില വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്ന, ജനത്തെ മന്ത്രവാദം ചെയ്യുന്ന, ആഭിചാരം ചെയ്യുന്ന, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുത്തെ വ്യാപാരം
മന്ത്രവാദ ശക്തികൾ 50,000 വെള്ളിക്കാശ് വില വരുന്ന മന്ത്രവാദ പുസ്തകം കൊണ്ട്. അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ വേദോസം അല്ല. നിങ്ങൾ എന്റെ കൂടെ ആണോ? എല്ലാവരുടെയും വീട്ടിൽ എന്തല്ല, പിന്നെന്തുവാ ഇരിക്കുന്നേ? പറഞ്ഞെല്ലാരും. അഭിഷേകം വെളിപ്പെട്ടപ്പോൾ രാവിലെ എല്ലാവരും ഇത് ചുംബിക്കൊണ്ട് വന്ന് പൗലോസിന്റെ മുന്നിലിട്ടു. പൗലോസ് ലൈബ്രറിക്കകത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞു. ഇത്രയും പുസ്തകം ഒന്നിച്ച് കിട്ടിയല്ലയോ? 50,000 വെള്ളിക്കാശ് അന്നത്തെ കാലത്തെ അന്ന് ഓർത്തോണം. അത് മൊത്തം കൂടെ പൗലോസ് തീയിട്ടു. സ്തോത്രം. വെളിച്ചപ്പാടത്തിയെ വെട്ടി, അർത്തമീസിനെ മറിച്ചു, മന്ത്രവാദ പുസ്തകം കത്തിച്ചു. സഭയുടെ അതോറിറ്റി, അഭിഷക്തന്റെ അധികാരം ഇന്ന് പകൽക്കാലം ചില അന്യാരാധന മണ്ഡലങ്ങളെ വേരോടെ പറിക്കണം. നിന്റെ കുടുംബത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചില വ്യാപാരങ്ങളുണ്ട്. അത് ആത്മക്കള്ളുള്ളവനെ കാണാൻ കഴിയത്തുള്ളൂ. അതിനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് അതിനെ വേര് പറിക്കണം. ചില റൂട്ടുകളെ പറിക്കണം. വിശ്വസിക്കുന്നവർ ആരാധിക്കണം. ശുശ്രൂഷ വെളിപ്പെടാതെ, ആരാധന വെളിപ്പെടാതെ, ജനം വിടിപ്പിക്കപ്പെടാതെ, ജനസ്നാനപ്പെടാതെ ദുഷ്ടപിശാച് വേര് പറിച്ചിരിക്കുന്ന അത്തിയുടെ കായ്ക്കാത്ത സീസണിൽ ഈ സീസൺ ഉണ്ടാക്കിയതാരാ? യേശുവല്ലേ. ഏത് മാസത്തിൽ കായ്ക്കണം, ഏത് മാസത്തിൽ പൂക്കണം എന്നൊക്കെയുള്ള സീസൺ ആരംഭിച്ചതാരാ? യേശുവല്ലേ. ആ യേശു കായ്ക്കാത്ത സീസണിൽ അത്തിയെ പോയി തപ്പാമോ? നിങ്ങൾ പറ. അത്തിയാണോ കുഴപ്പം? പക്ഷേ കായ്ക്കാത്ത സീസണിൽ കായുള്ള പോലെ നിൽക്കുന്ന അത്തി യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഹൈബ്രിഡ് വല്ലോ ആണോ എന്നറിയാൻ എൻ്റെ കൂടെ ആണോ? ഫ്രൈസലോൺ. ഇപ്പൊ എല്ലാ മാസവും നാട്ടിൽ ചക്കയാ. അതുപോലെ ഹൈബ്രിഡ് സിസ്റ്റം വല്ലോ എന്നറിയാൻ കർത്താവ് പോയി നോക്കിയപ്പോൾ സമീപത്തുള്ള അത്തിയെല്ലാം ഉണങ്ങി നിൽക്കുക. നമ്മുടെ ചില വിശ്വാസി നിൽക്കുന്ന പോലെ. സ്തോത്രവും ഇല്ല, ഹല്ലേലൂയ ഇല്ല, കയ്യടിയില്ല, നന്മയില്ല, ഇങ്ങനെ ഉണങ്ങി നിൽക്കുക. സ്തോത്രം. കർത്താവ് നോക്കിയപ്പോൾ ഇവന്റെ റൂട്ട് നമ്മുടെ തോമാച്ചാന്റെ വീടിന്റെ മുറ്റത്തെ അത്തിയുടെ ചോട്ടി വരെ ചെന്നിട്ടുണ്ട്. നമ്മുടെ അവറാച്ചാന്റെ വീട്ടിന്റെ മുറ്റത്തെ അത്തിയുടെ ചോട്ടി വരെ ചെന്നിട്ടുണ്ട്. വളവിടുന്നത് തോമാച്ചാനും അവറാച്ചാനും, വളരുന്നത് ഇവൻ. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? ഹലോ. ഇനി ആ പേര് വിടണ്ടേ, അത് വിട്ടേക്കുന്നു. വളവിടുന്നത് PC ചെറിയാനും നിശാന്ത് പാസ്റ്ററും അനീഷ് തോമസും. പക്ഷെ വളരുന്നത് അവനങ്ങ് തഴച്ചു നിൽക്കുക. സീസൺ അല്ലാത്തപ്പോൾ അവനങ്ങ് തഴച്ചു നിൽക്കുക. കർത്താവ് പറഞ്ഞു ഇനിയും ഫലമുണ്ടാകാതെ പോട്ടെ. അടുത്ത വാക്കാണ് വേര് മുതൽ ഉണങ്ങിയെന്ന. കർത്താവ് മരത്തെ അല്ല നോക്കിയേ, റൂട്ടാ നോക്കിയേ. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ കുടുംബത്തിലെ നന്മയെ അടിക്കൂടെ വലിച്ചോണ്ട് പോയി. നിന്റെ തലമുറയുടെ അനുഗ്രഹത്തെ അടിക്കൂടെ. ആര് നോക്കിയാലും പുറത്തൊന്നുമില്ല. പുറത്ത് ഭയങ്കര സുഖമാ, പക്ഷെ ഇത് ഉണങ്ങി നിൽക്കുക. സ്വത്രം. ഒരു വീട്ടിൽ 3 ആൺപിള്ളേർ 3 ചാകുക. അന്ന് അപ്പൻ ഇന്നലെ പാടുക, ആരുമെനിക്കില്ലെന്നു ഞാൻ ഏകനായി. യാദൃച്ഛികമല്ല പാസ്റ്ററെ. എവിടെയോ ചില അത്തി തളർത്ത് നിൽപ്പുണ്ട്. ഇവിടെ വരണ്ടോണ്ടിരിക്കുക, ആണ്ടിലാണ്ടി അടക്കിക്കൊണ്ടിരിക്കുക. ആ ദുർമരണങ്ങളുടെ പുറകിൽ, ആ കാൻസറിന്റെ പുറകിൽ, ആ ട്യൂമറിന്റെ പുറകിൽ, ആ ജോലി പോയതിന്റെ പുറകിൽ, ആ കമ്പനി പൂട്ടിയതിന്റെ പുറകിൽ, ആ സാലറി നിന്നതിന്റെ പുറകിൽ ചിലനെ ഉണക്കുന്ന വ്യാപാരം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് മുതൽ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ആ തോൽവിയുടെ പുറകിൽ, ആ പരാജയത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ചിലത് ഉയർന്നു നിൽക്കുകയാ. അതിന്ന് പകൽ വേരോടെ അറിയണം. വിശ്വസിക്കുന്നവരെ മാത്രം. ആത്മാവിൽ പകൽ വെളിപ്പാട് ഞാൻ പറയുകയോ.
ആ ജോലി പോയതിന്റെ പുറകിൽ, ജോലി ചെയ്തിട്ടും 12 മാസമായി ശമ്പളം കിട്ടാത്തതിന്റെ പുറകിൽ, വിസ ഉണ്ടായിട്ട് നാട് വിട്ടുപോകാൻ കഴിയാത്തതിന്റെ പുറകിൽ, ഓ ഹല്ലേലൂയ, പണം മുടക്കിയിട്ടും കുഞ്ഞ് രക്ഷപ്പെടാത്തതിന്റെ പുറകിൽ അടിക്കൂടെ വലിച്ചോണ്ട് പോകുന്നൊരു വ്യാപാരമുണ്ട്. യേശു അത് കണ്ടു. ഒറ്റ ശാസന വേര് മുതൽ ഉണങ്ങിയെങ്കിൽ ഈ പകലത്തെ ശുശ്രൂഷയിൽ നിന്റെ നന്മയെ മുടക്കുന്ന ചില വ്യാപാരങ്ങൾ വേരോടെ കരിയണം. ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓ അസാധാരണമായ ചില വിടുതലുകൾ വെളിച്ചപ്പാടത്തിയെ ശാസിച്ചപ്പോൾ അവളുടെ ദുരാത്മാവ് വിട്ടുപോയി. പക്ഷെ ഇവളുടെ ദുരാത്മാവ് കൊണ്ട് കാശുണ്ടാക്കുന്ന വേറെ കുറച്ചു പേരുണ്ടായിരുന്നു. ഇവള് വെളിച്ചപ്പാടത്തിയെ അടുത്തുള്ളും ആമ്പിള്ളാർ കാശ് കൊണ്ടുപോകും. നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലരെ ഉപയോഗിക്കുക, ടോർച്ച് ചെയ്യുക, അവരറിയുന്നില്ല. സ്തോത്രം. ഈ 4 പേരെ ഒരു മുടന്തനെ ദിവസേന സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതൊക്കെ ചുമന്നുകൊണ്ട് വെക്കും. രാവിലെ കൊണ്ട് വെക്കുന്നതിന് മുമ്പേ അവന് 2 പൊറോട്ടായും ഒരു മുട്ടക്കറിയും മേടിച്ചു കൊടുക്കും. പകരം മൊത്തം ഇരുന്നുകൊണ്ട് അമ്മയെ അച്ഛാന്ന് വിളിക്കേണ്ടതല്ലേ, അതിനൊരു ആരോഗ്യം വേണമല്ലോ, വല്ലതും തരണേന്ന് പറയണ്ടേ. രാവിലെ 2 പൊറോട്ടായും ഒരു മുട്ടക്കറി. വൈകിട്ട് പിന്നെ തിരിച്ച് പൊക്കിക്കൊണ്ട് പോകുന്ന ഉടനെ വീണ്ടും 2 പൊറോട്ടായും ഒരു മുട്ടക്കറി. മൊത്തം ചെലവ് 3 ദിറംസ്. പക്ഷേ ഇവന്റെ മേശപ്പുറത്ത് വീണ പൈസ 300 ദിറംസ്. അവന് 3 ദിറംസ്, ഇവർക്ക് 297 ദിറംസ്. ചുമക്കുന്നവനാണോ ലാഭം, ഇരിക്കുന്നവനാണോ ലാഭം? നിങ്ങൾ പറ. സ്തോത്രം. രാവിലെ ചുമന്നുകൊണ്ട് വെക്കുന്നു, വൈകിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ഇവർക്കിപ്പം വേറെ ജോലിക്ക് പോലും പോകണ്ട, ഇവന്റെ പൈസ മതി. മനസ്സിലാകുന്നുണ്ടേ? ഇത് തന്നെ വെളിച്ചപ്പാടത്തിന്റെ വ്യാപാരവും. ഇവള് വെളിച്ചപ്പാട് പറയും, ആമ്പിള്ളേർ കാശും കൊണ്ട് പോകും. ഇപ്പൊ ഇവക്ക് പ്രശ്നമില്ല, പക്ഷെ അവരുടെ ലാഭം നിന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നിന്നെ കറന്ന് കാശുണ്ടാക്കി ലാഭം മേടിക്കുന്ന ചിലര് നിന്റെ വിടുതൽ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എന്നോട് സഹകരിക്കുകയാണെങ്കിൽ സ്വോത്രം പറയാവൂ. നിന്റെ വിടുതൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചിലരുണ്ട്. അത് നീ അറിയാതെ നിന്ന് ലാഭം കൊയ്യുന്നവരാ. അവരുടെ ലാഭം പോയി എന്ന് കണ്ടപ്പോൾ, കൊച്ചു സൗഖ്യമായി എന്ന് കണ്ടപ്പോഴല്ല, അവരുടെ ലാഭം പോയി. സ്തോത്രം. ഇവന്റെ ഈ കൊച്ചിന്റെ കെയർ ഓഫിൽ രാവിലെ സ്കാനിങ്, ഉച്ചയ്ക്ക് എക്സ്റേ, വൈകിട്ട് MRI, അത് കഴിഞ്ഞ് എക്കോ, പിന്നെ ECG, പിന്നെ ആന്റിബയോട്ടിക്, എല്ലാം കൂടെ മാസം ശമ്പളം മൊത്തം നമ്മുടെ കിട്ടുമെങ്കിലും അവരാ മേടിച്ചോണ്ടിരുന്നത്. ഈ സൗഖ്യം ഇഷ്ടപ്പെടാത്ത ചിലരുണ്ട്, നിന്റെ വിടുതൽ ഇഷ്ടപ്പെടാത്ത ചിലരുണ്ട്. അവരെല്ലാം കൂടി പൗലോസിനെയും സീലാസിനെയും കൈകാര്യം ചെയ്തു. നാട്ടിലെ ഭാഷ പറഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് അടിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചു. വസ്ത്രം അഴിച്ചു മാറ്റി, കോലുകൊണ്ടടിച്ച്, വഴിയെ വലിച്ച്, കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട്, കാലാമത്തിന് വിട്ട്, കൈ ചങ്ങലയ്ക്ക് വിട്ടു. ഇനി കൈ ഉണ്ടായാലേ അടിക്കത്തുള്ളല്ലോ. നമുക്കുണ്ട ചങ്ങലയില്ലാഞ്ഞത് നമ്മൾ അടിക്കാതിരിക്കുക. ഇത് കൈ ചങ്ങലയ്ക്ക് വിട്ട്, കാലാമത്തിന് വിട്ടു. പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രി. ഓ ഹല്ലേലൂയ. ഒരൊറ്റ പ്രാർത്ഥന പാട്ടായി, പാട്ടൊരാരാധനയായി. ആരാധനയായപ്പോൾ തമ്പുരാൻ അടിത്തറ ഇളക്കി. സ്തോത്രം പറയണം. ഈ അടിത്തറ ഇളകിയാലേ മാസ്രോണിയ വിടുവിക്കപ്പെടത്തുള്ളൂ. ഫിലിപ്പിയ വിടുവിക്കപ്പെടണമെങ്കിൽ അടിത്തറ ഇളകണം. അടിത്തറ ഇളക്കണമെങ്കിൽ അഭിഷേകമുള്ളവൻ കാരാഗ്രഹത്തിൽ ചെല്ലണം. നിങ്ങൾ മിണ്ടുന്നില്ല. വഴിയെ പരസ്യയോഗം നടത്തിക്കൊണ്ട് അമ്മാമ്മയുടെ ഹൃദയം തുറന്ന് വീടും തുറന്നാൽ ഈ കേസറിയത്തില്ല.
ഹലോ, അപ്പൊ നിന്റെ കഷ്ടതയുടെ പുറകിൽ, നിന്റെ അർദ്ധരാത്രിയുടെ പുറകിൽ, നിന്റെ നിന്നയുടെ പുറകിൽ ആർക്കും അഴിക്കാൻ കഴിയാത്ത ഏതോ ചില അടിത്തറകളെ ഇളക്കാനുണ്ട്. മനസ്സിലാക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. അസാധാരണമായ ഒരു ദൈവാത്മാവിന്റെ ഇടപെടൽ ഇന്ന് രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില അടിത്തറകളെ ദൈവം ഇളക്കാൻ പോകുക. ദുഷ്ടനിട്ടിരിക്കുന്ന ചില അടിസ്ഥാനങ്ങളെ ദൈവം ഇളക്കി. ഓ, ചങ്ങലയിട്ടവന്റെ ആരാധന, ആമത്തിലിട്ടവന്റെ ആരാധന വെളിപ്പെട്ടപ്പോൾ അടിത്തറ ഇളകി, വാതിൽ എല്ലാം തുറന്നു. ഇന്ന് പകൽ ഒരു വാതിലല്ല, ഈ സഭയിലെ കുടുംബങ്ങളിൽ എല്ലാ വാതിലും തുറക്കണം. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. എല്ലാ വാതിലും തുറക്കണം, എല്ലാ വാതിലും തുറക്കണം. എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? എല്ലാ വാതിലും. ഹല്ലേലൂയ. നന്മയുടെ വാതിൽ, സന്തോഷത്തിന്റെ വാതിൽ, സമാധാനത്തിന്റെ വാതിൽ, സൗഖ്യത്തിന്റെ വാതിൽ, ഭൗതികത്തിന്റെ വാതിൽ, ജോലിയുടെ വാതിൽ, കുഞ്ഞുങ്ങളുടെ ജയത്തിന്റെ വാതിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വാതിൽ, എല്ലാ വാതിലും. ഓ, വിശ്വസിക്കുന്നവർ കരമൊന്ന് ചേർത്തടിച്ച് ഈ പകൽ ഈ പാരാമന ഹല്ലേലൂയ. രാപകൽ അധ്വാനിച്ചിട്ടും ഓട്ടസഞ്ചിയിൽ പണം സൂക്ഷിക്കുന്നത് പോലെ വരുന്നത് അറിയാം, ഇടുന്നത് അറിയാം, പോയത് അറിയത്തില്ലെന്ന്. എല്ലാ മാസവും മൈനസ്. ഹലോ, പ്രീസലോ, എവിടൊക്കെയോ ചോരുകയാ, എവിടൊക്കെയോ ചോർത്തുകയാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസും സീലാസും ആരാധിച്ചു. ആരാധനയിൽ അടിത്തറ ഇളകി, വാതിലെല്ലാം തുറന്നു, എല്ലാവരുടെയും ചങ്ങലകൾ പൊട്ടി വീണു. താക്കോൽ ആരുടെ ഇളക്കി കിടക്കുക? കാരാഗ്രഹപ്പുറം 2 ഇളക്കും താക്കോൽ തൂക്കിയിട്ടേക്കുക. 76 റൂമിന്റെ നമ്പർ, 66 മുറിന്റെ നമ്പർ, 144 നമ്പർ എല്ലാം തൂക്കിയിട്ടേക്കുക. സ്തോത്രം. താക്കോൽ അവന്റെ ഇരിക്കും. ആരാധിച്ച തമ്പുരാൻ തുറക്കും. ഹല്ലേലൂയ. സഭായോഗത്തിലെ ആരാധനയിൽ വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുക, ചങ്ങലകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പല വിശ്വസിക്കുന്നവരെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഈ സഭായോഗത്തിൽ ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുക. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. ഭക്തൻ ആരാധിച്ചു, പ്രമാണിയുടെ ഉറക്കം. അവൻ ചാടി എഴുന്നേറ്റപ്പോൾ അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ താക്കോൽ എളി കിടക്കുന്നു, വാതിൽ തുറന്നു കിടക്കുന്നു. താക്കോൽ എളി കിടക്കുന്നു, ആമ അഴിഞ്ഞു കിടക്കുന്നു, ചങ്ങല പൊട്ടിക്കിടക്കുന്നു. അവൻ വെപ്രാണം പിടിച്ച് അവന്റെ കഴുത്തു പോകുന്ന കേസാ. ആത്മാവ് പ്രവർത്തിച്ചാൽ അതുമൂലം ആരുടെയും കഴുത്തു പോകത്തില്ല. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. ആത്മാവാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ അതുമൂലം ആരുടെയും കഴുത്തു പോകത്തില്ല. പൗലോസ് പെട്ടെന്ന് പറഞ്ഞു, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്. ഞങ്ങൾ ആരും പോയിട്ടില്ല, കെട്ടടിഞ്ഞതേ ഉള്ളൂ, പോയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉടനെ അതുവരെ വായിപ്പടിച്ച മുഴുവൻ ആംഗലേയ സാഹിത്യത്തിലും പൗലോസിനെ വിളിച്ച പുള്ളി ഇപ്പം വിളിക്കുകയാണ്, യജമാനന്മാരെ, നിന്നെ അപമാനിച്ചവന്റെ നാക്കുകൊണ്ട്, നിന്നെ പരിഹസിച്ചവന്റെ നാക്കുകൊണ്ട് നിന്നെ യജമാനൻ എന്ന് വിളിപ്പിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിന്റെ കൃപയുടെ പേരിൽ, അഭിഷേകത്തിന്റെ പേരിൽ നിന്നെ അധിക്ഷേപിച്ചവന്റെ നാവ് കൊണ്ട്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ വന്ന് മുട്ടുകുത്തി. രക്ഷപ്രായപ്പ ഞാൻ എന്തോ ചെയ്യണം? മറുപടി, കർത്താവായ
യേശു ക്രിസ്തുവിൽ. പറഞ്ഞെല്ലാരും യേശു ക്രിസ്തുവിൽ. പറഞ്ഞൊന്നൂടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വസിച്ച നീ മാത്രമല്ല കുഞ്ഞെ, നിന്റെ കുടുംബം രക്ഷപ്പെടും. ഒരുവന്റെ വിശ്വാസത്തിന്റെ പേരിൽ അവന്റെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടും. എന്നിട്ട് അവരൊന്ന് ഏൽപ്പിച്ച്, ഞാൻ എൻ്റെ യേശുവിനെ വിശ്വസിക്കുന്നു, ഞാൻ ആരാധിക്കുക മാത്രമല്ല, ഞാൻ ആരാധിക്കുന്ന എൻ്റെ യേശുവിനെ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിന് മുമ്പിലെ മുഴുവൻ പ്രതിസന്ധികളെ മാറ്റാൻ കരുത്തുള്ള ഒരു യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട ചില ഇരുട്ടുകൾ, ചില അർദ്ധരാത്രികൾ നിന്നെ തകർക്കാനല്ല, അതുമൂലം നിന്നിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ. ഒരു നിമിഷം എല്ലാ കരങ്ങളും ഉയർത്തട്ടെ. ചില ആഭിചാര മണ്ഡലങ്ങൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില വെളിച്ചപ്പാടത്തിമാർ നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തുന്ന ചില പോരുകൾ ഇന്ന് പകലത്തെ ആരാധന മൂലം എന്നേക്കുമായി തകർന്നു മാറുകയാ. ചില മന്ത്രവാദ പുസ്തകങ്ങൾ തീ കൊണ്ട് കരിയുന്നത് പോലെ നിനക്ക് വിരോധമായി ദുഷ്ടൻ ചെയ്ത ചില പോരുകൾ ആത്മാവിന്റെ തീക്കകത്ത് കരിഞ്ഞുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് വീശിയടിച്ച് ശബ്ദത്തോടെ ആത്മാവിൽ ഒരു നിമിഷം പ്രതികരിച്ച്, യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നിന്റെ നന്മയെ, നിന്റെ അനുഗ്രഹത്തെ ആഴത്തിൽ കൂടെ വലിച്ചെടുക്കുന്ന ചില വേരുകൾ, റൂട്ടുകൾ ഇന്ന് പോലെ ആത്മാവിന്റെ തീയിൽ കരിഞ്ഞു മാറട്ടെ. വേരോടെ ചിലത് ഉണങ്ങട്ടെ. നല്ല കർത്താവേ, അങ്ങയുടെ അഭിഷക്തനെ, തന്റെ കൂടെയുള്ള സഹ ശുശ്രൂഷകരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയെ, ഇവിടെ വന്ന ദൈവമക്കളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരിന്ന് പകൽ രക്ഷയിലേക്ക് നടത്തപ്പെടട്ടെ. സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം അവർ സ്നാനപ്പെടട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ആത്മാവിന്റെ നിറവിൽ അവർ ശക്തി പ്രാപിക്കട്ടെ. സഭയുടെ അതിരുകൾ വിശാലമാകട്ടെ. സഭയുടെ അതിരുകൾ വിശാലമാകട്ടെ. ഇന്ന് പകൽക്കാലം ചില ശൂന്യതകൾ മാറട്ടെ, ചില ഇല്ലായ്മകൾ മാറട്ടെ, ചില അർദ്ധരാത്രികൾ മാറട്ടെ. അങ്ങനെ ജനത്തെ യേശുവിൻ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.